ഇന്ന് നമ്മൾ പൂക്കളം ഒരുക്കിയത് ഒരുപാട് വൈകിയാണ്, അതേപോലെ മഴയത്ത് നിന്നാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയൊന്ന് മാറി ഒന്ന് തോർന്ന് നിന്നപ്പോഴേക്കും എന്നാൽ നമുക്ക് മുറ്റമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ഇട്ട പൂക്കളെല്ലാം എടുത്ത് മാറ്റി. ഇന്നലെ വൈകുന്നേരം നമ്മുടെ പൂത്തറ മൂടിയിടാനായിട്ട് മറന്നു പോയിട്ടോ. മഴ പെയ്തിട്ട് നമ്മുടെ തറയിലെ മണ്ണെല്ലാം പോയിട്ടുണ്ട്. ഇഷ്ടികയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് തറയും കൂടി ഒന്ന് മെഴുകിയിടുന്നുണ്ട്. ചാണകം കുറച്ചേ ഉള്ളൂ കേട്ടോ, തീരാറായി. ഞാൻ കൊണ്ടുവന്ന് വെച്ച ചാണകം തീർന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ളത് എന്താണെങ്കിലും ഉണ്ട്. അപ്പോൾ ഞാൻ മെഴുകിയിടുന്നുണ്ട്. തറയൊക്കെ മെഴുകിയിട്ട് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവുകയാണേ. പൂവ് എവിടെ നിന്നെങ്കിലും പറിച്ചുകൊണ്ട് വന്നിട്ട് വേണം കേട്ടോ നമുക്ക് പൂക്കളം ഒരുക്കാനായിട്ട്. അപ്പോൾ മെഴുകി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തറ ഒന്ന് മൂടിയിടുന്നുണ്ട്. മഴ പെയ്താൽ പിന്നെയും കുളവും. അപ്പോൾ ഞാൻ മൂടിയിട്ടിട്ട് കുളിക്കാൻ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഭഗവാന് വിളക്ക് കൊളുത്തി. പിന്നെ ചന്ദനം ഉണ്ടായിരുന്നു, കുറിയൊക്കെ തൊട്ടിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും വീണ്ടും മഴ ചാറുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പണി അടുക്കളയിൽ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സാമ്പാറും പിന്നെന്താ ഇന്നലത്തെ കുറച്ച് ചെമ്മീനുണ്ട്, അത് പറ്റിച്ചിട്ടേക്കണം, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാർ കഷ്ണം കൊണ്ടല്ല കേട്ടോ. ഞാൻ കുറച്ച് അമരപ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇന്നലെ രാത്രിയിലത്തേക്ക് കുറച്ചെടുത്ത് തോരൻ വെച്ചു. പിന്നെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 5-6 എണ്ണം ഇട്ട് സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി നേരത്തെ ഇട്ടു. അരി വെന്തതിന് ശേഷം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അമരപ്പയർ ഒരു 5 എണ്ണം 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കീറി ഇടുന്നുണ്ട് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇറക്കി വെച്ചിട്ടും നമ്മുടെ സാമ്പാറിനുള്ള കുക്കർ വീണ്ടും വെച്ചു. അപ്പോൾ പൂവിടുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് മീൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പിള്ളേർക്ക് മാത്രമാണ്. എനിക്കെന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കണം. അപ്പോൾ എന്താണെങ്കിലും സാമ്പാറും ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും എടുക്കാം. പിന്നെ ചെമ്മീൻ ഇത്തിരി ഫ്രൈ ചെയ്താൽ അതൊക്കെ കൂടി കഴിക്കാമല്ലോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാർത്തിട്ടു കേട്ടോ. അങ്ങനെ ചോറും കലം വാർത്തത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ ഇതൊക്കെ വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുത്ത അമരപ്പയർ വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് വെച്ച കുക്കറില്ലേ, അത് കൈയോടെ തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമരപ്പയർ ബാക്കിയുള്ളത് അരിഞ്ഞെടുത്തിട്ട് തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ട തേങ്ങ ചിരണ്ടി ഇടുവാണ്. അങ്ങനെ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൈയോട് തന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോരൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ചീനച്ചട്ടി കഴുകി വെക്കാം. അപ്പോൾ പിന്നെ എന്താണെങ്കിലും പണി കുറയുമല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി കുറുക്കുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് കുറുക്ക് വേണ്ട കേട്ടോ, കുറച്ചൊക്കെ കുടിക്കുന്നുള്ളൂ. പിന്നെ ഇന്നലെ ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം അതും ആയി. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് തിളപ്പിക്കാൻ വെക്കുവാണ്. അപ്പോഴേക്കും കുഞ്ഞുവാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പീലിമോൾ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ 2 പേരെയും കുളിപ്പിച്ച് റെഡിയാക്കി. അങ്ങനെ ഞങ്ങളിത് പൂ പറിക്കാൻ പോവുകയാണേ. അപ്പോഴും നോക്കിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പൂ ഇടണോ വേണ്ടേന്ന് വിചാരിച്ചു. പിന്നെയും പീലിമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് പോയി പൂ പറിച്ചുകൊണ്ടുവന്ന് പൂ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നല്ല മഴയാണേ. അപ്പോൾ മഴയത്ത് ഞങ്ങൾ പൂ പറിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പീലിമോളെ റെയിൻ കോട്ടൊക്കെ ഇടിച്ചു റെഡിയാക്കി. അവളെന്താണെങ്കിലും നടക്കില്ല, എന്നാലും നനയണ്ടല്ലോ എന്ന് വിചാരിച്ചു റെയിൻ കോട്ടൊക്കെ ഇടിച്ചിട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ പൂ പറിക്കാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മന്ദാരവും പിന്നെന്താ ഇന്ന് ചോദ്യമല്ലേ, അപ്പോൾ 3 കളറാണ് പൂവിടണ്ടേന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ ഇങ്ങനെ കൂട്ടി പൂക്കൾ കളർ കൂട്ടി കൊണ്ടുവരണം അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല അന്ന് കേട്ടോ. അങ്ങനെ 3 കളർ പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്. മന്ദാരം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മഞ്ഞപ്പൂവും, പിന്നെ ബാക്കിയുള്ളതെല്ലാം കിട്ടിയത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അതിനെ പ്രാന്തൻ ചെമ്പരത്തി എന്ന് പറയുന്നത് കേട്ടോ. പിരിപിരിപിരിരാന്നിരിക്കണ എന്താ കാപ്പിരി ചെമ്പരത്തി അങ്ങനെ എന്തൊക്കെ പറയും കേട്ടോ. അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത വീട്ടിൽ. അതാണ് കൂടുതൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നു. പൂവിടാൻ നോക്കിയപ്പോഴും നല്ല മഴയാണ്. അപ്പോൾ ഞാൻ കുടയൊക്കെ ചൂടിക്കൊണ്ട് നമ്മുടെ പൂക്കളം റെഡിയാക്കി കേട്ടോ. കുറച്ചേ ഉള്ളൂ പൂ പറിക്കാൻ, മഴയത്ത് പൂ പറിക്കാനായിട്ട്. അങ്ങനെ ഇത് നമ്മുടെ പൂക്കളും ഉച്ചയൂണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ അമരപ്പയർ തോരനും അമരപ്പയർ സാമ്പാറും പിന്നെന്താ ചെമ്മീൻ ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി അടുത്ത വിശേഷവുമായി നാളത്തെ വിശേഷവുമായി നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചോദ്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബായ്.